ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 5-ാമത്തെ ദിവസമായി ഇന്ന് നമുക്കൊരു വെറൈറ്റി ഐറ്റം പിടിച്ചാലോ? നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ചെമ്പരത്തിപ്പൂവും കൊണ്ടുള്ളൊരു ജെല്ലാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് നല്ല ചെമ്പരത്തിപ്പൂവും ഫ്ലാക്സ് സീഡ്സുമാണ്. ഫ്ലാക്സ് സീഡ്സ് നമ്മുടെ ചെണവിത്ത് എന്നും അറിയപ്പെടും. ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂ എടുക്കുകയാണെങ്കിൽ ഒരു 10-14 എണ്ണം എടുത്തോളൂ കേട്ടോ. അപ്പം ഞാനിവിടെ ചെമ്പരത്തിപ്പൂ എല്ലാം കൂടെ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനൊരു 3 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ ചെമ്പരത്തിപ്പൂ ഉണങ്ങി പൊടിച്ചതാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അങ്ങാടിക്കടയിൽ നിന്നായിരുന്നു. അപ്പോൾ എല്ലാ കടകളിലും ഇപ്പോൾ ഇത് ലഭ്യമാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കണം. ഞാൻ ഫ്ലാക്സ് സീഡും കൊണ്ടൊരു സ്മൂത്തനിങ് പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ വെള്ളം തീരെ കുറഞ്ഞു പോയിട്ട് എനിക്കത് ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത്. ഇനി നമുക്കിത് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. അതിനു മുമ്പ് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അതായത് ചെമ്പരത്തിപ്പൊടി നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് അതിങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുവാണ്. അപ്പോൾ ഇത് വെള്ളത്തിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെക്കാൻ. സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിം ആക്കി കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. തിക്ക് ജെല്ലായി പോകാതെ നോക്കണേ. ഫ്രഷ് ചെമ്പരത്തി എടുക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു 10-14 ചെമ്പരത്തിപ്പൂ എടുത്തിട്ട് അതിൻ്റെ ഇതളെല്ലാം നല്ല വൃത്തിയാക്കി അടർത്തിയെടുത്ത് അത് ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് നമ്മുടെ ഫ്ലാക്സ് സീഡും കൂടി ഇട്ടിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം നമുക്ക് അതായത് കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ആ ഒരു ഒട്ടൽ പരുവമുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കത് വാങ്ങാം. ഇതിരുന്ന് തണുക്കും തോറും നല്ല ജെൽ ഫോമിൽ ആയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമയം ഒന്നും ഇല്ലാത്ത ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു വൈറ്റ് കോട്ടൺ ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ജെല്ല് ഒഴിച്ചു കൊടുക്കാം. ഇരുന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിങ്ങനെ ചെയ്യാവൂ കേട്ടോ, ഇല്ലെങ്കിൽ കൈ പൊള്ളുവേ. അപ്പോൾ ഇരുന്ന് നല്ല തണുത്ത ശേഷമുള്ള ആ ജെൽ ഫോം കണ്ടോ, ഈ ഒരു ഫോമിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഞാനിവിടെ 2 തവണയായിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 2 ആഴ്ചയോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ആവശ്യാനുസരണം എടുക്കാനും പറ്റും. അപ്പോൾ ഒരു ചെറിയ കുപ്പിയിൽ എനിക്ക് ആവശ്യത്തിനുള്ളത് 2 ആഴ്ചത്തേക്ക് ആവശ്യമുള്ളത് ഞാനെടുത്ത് നിറച്ച് വെക്കുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, ഞാനും അമ്മയും യൂസ് ചെയ്യും കേട്ടോ. ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ സൂക്ഷിച്ച് വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എടുത്തു വെച്ചതിൻ്റെ ബാക്കി വന്ന കുറച്ച് ജെല്ലുണ്ട്, അതാണ് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്താലോ? പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ച് നമുക്ക് മുടി ആദ്യമേ ജട കളഞ്ഞ് വൃത്തിയായി ചീകിയെടുക്കാം. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹെയർ ഓയിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് മുടിയെ ഡ്രൈ ആക്കുന്നില്ല, കൂടുതൽ സോഫ്റ്റും ഷൈനിയും ആക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചീവി ജടയെല്ലാം കളഞ്ഞ് എൻ്റെ മുടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജെല്ല് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ജെല്ല് അപ്ലൈ ചെയ്യുവാണ്. ഇത് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും ലെങ്തിലും എൻഡിലും ഒക്കെ നല്ലതായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനും വളരെ എളുപ്പമാണ്. കാരണം നല്ല ജെൽ കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്കിത് മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എനിക്ക് ഈ ജെല്ല് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഒന്നാമത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ജെല്ല് ഹോം മെയ്ഡ് ജെല്ലാണ്, നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കളറും ആ കൺസിസ്റ്റൻസിയും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നല്ലൊരു ക്രീം അതായത് നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഫീലാണ്. ഇതിൻ്റെ കൂടെ നമ്മളൊരു എഗ്ഗ് വൈറ്റ് കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോട്ടീൻ പാക്കായിട്ടും ഇത് ഉപയോഗിക്കാം. ഇനി ഫ്ലാക്സ് സീഡ് കയ്യിലില്ലെങ്കിൽ നമ്മൾ നമ്മുടെ കറ്റാർവാഴ ഉപയോഗിക്കാം. കറ്റാർവാഴ ജെല്ല് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കറ്റാർവാഴ ജെല്ലും ഫ്രഷ് ആയിട്ടുള്ളതും നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളെല്ലാം കൂടി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിച്ചെടുക്കുക. എന്നിട്ടത് 1/2 ഗ്ലാസ് വെള്ളമായിട്ട് വറ്റിച്ചെടുക്കുക. ആ വെള്ളത്തിലോട്ട് നമ്മൾ കറ്റാർവാഴ ജെല്ല് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഹെയറിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ല രീതിയിൽ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ മുടിയുടെ അറ്റത്തോട്ട് നമുക്ക് കൂടുതൽ ഫ്രിസി ആയിട്ട് തോന്നുന്ന ഭാഗത്തെല്ലാം നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. അത് നല്ല ഒതുങ്ങി നല്ല കണ്ടീഷണർ ഇട്ടതുപോലെയുള്ള നല്ല എഫക്റ്റ് നമുക്ക് കിട്ടും.
ഫ്ലാക്സ് സീഡ് നമ്മുടെ ഹെയറിനെ സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചെമ്പരത്തിപ്പൂവ് മുടി നല്ല രീതിയിൽ വളരാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ മുടി നല്ല കട്ടിയുള്ളതും തിളക്കമുള്ളതാക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല രീതിയിലൊരു മസാജും കൂടി കൊടുത്തേക്കുക. നല്ല രീതിയിലുള്ള മസാജ് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു ബൺ സ്റ്റൈലിൽ കെട്ടിവെക്കാം. ലൂസ് ബണ്ണായി കെട്ടിവെച്ച് 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ നമുക്കിത് ഹോൾഡ് ചെയ്തതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം. ഡേ 5 ആയി ഇന്ന് നമ്മൾ നല്ല തിളക്കമുള്ളതും ഇടതൂർന്നതുമായ മുടി എങ്ങനെ സ്വന്തമാക്കാം എന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ 5-ാമത്തെ ദിവസത്തെ ഹെയർ കെയർ ചാലഞ്ചിലെ ചെമ്പരത്തിപ്പൂ ജെൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. ഈ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 6th ഡേയിലുള്ള അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.